ഇന്നലെ ഞാൻ ആ സിറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, അതിപുരാതനമായ ദേവാലയം ഉള്ളത് ഈ സിറ്റിയിലാണ്. ഖുർആൻ അതിന് പറഞ്ഞ പേര് അൽ ബൈത്തുൽ അതീഖ് എന്നാണ്. ഇന്നലെ ഞങ്ങള് ഇമാമ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ഇതിന്റെ കൂടെ പോയിണ്ടാവും. അൽ ബൈത്തുൽ അതീഖ്, അതിപുരാതന ദേവാലയം. ഭയങ്കര അത്ഭുതമാണ്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ്, അതാണ് അതിന്റെ പ്രത്യേകത. അത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഉദിഅ ലിന്നാസ്. ആ സിറ്റി എന്ന് പറഞ്ഞാൽ, മക്ക എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാസത്തിന് വേണ്ടിയാണ്. അദ്ദേഹമാണ് കഅബാലയം പണിയുന്നത്. അതിനുശേഷം പ്രവാചക പരമ്പരകൾ ഇതിലൂടെ കടന്നുപോയി. അള്ളാഹു വഹയിറക്കാൻ തെരഞ്ഞെടുത്തത് മക്കയാണ്. അത്ഭുതമാണ്. എത്ര സ്ഥലമുണ്ട് ലോകത്ത്. ഈ മരുഭൂമി തെരഞ്ഞെടുത്തു, അതും ഒരു മലമുകളിൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് പ്രദേശമായി അള്ളാഹു തെരഞ്ഞെടുത്തത് സുബ്ഹാനല്ലാഹ് മക്കയാണ്. മക്ക, കഅബ 1,00,000-ലധികം, 1,00,000 1,00,000-ലധികം ഇരട്ടി പ്രതിഫലമുള്ള ഒരു സ്ഥലത്താണ്. 1,00,000 നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റലുണ്ട്. നമ്മൾ 1,00,000 എന്നാ പറയലല്ല, 1,00,000-ലധികം. അഫ്ദൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പ്രയോഗം. അത് കണക്കാക്കാൻ പറ്റില്ല. അതാണ് ഞാനിത് പറഞ്ഞത്. എന്തിനാ വെച്ചാൽ, ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചത് ഹജ്ജിന്റെ പേരിലാണ്. ഹജ്ജിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അല്ലെ? ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചതാ. വല്ലാത്തൊരു വിളിയായിരുന്നു അത്. നമ്മൾ ഇന്നലെ ഇമാം ഇങ്ങനെ ഓതിയപ്പോ ഞാൻ ഇങ്ങനെ എന്റെ പിന്നിലും ബാക്കിലും മുമ്പിലും ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ കരയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, വല്ലാത്തൊരു വാക്കാ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞത്. യഅ്തൂക റിജാലൻ, ആളുകൾ നടന്നു വരും എന്ന് പറഞ്ഞു. മാത്രമല്ല വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്ത് കടന്നു വരും, കയറി വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ പ്രദേശത്തു നിന്നും. ഫജ്ജുൻ അമീഖ്, കുണ്ടും കുഴിയും ഒക്കെ എല്ലാ പ്രദേശത്തു നിന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കാലമായി, എത്ര കാലം മുമ്പാ. ഒരു സംവിധാനവും ഇല്ലല്ലോ, യാത്രയുടെ ഒരു സംവിധാനവും ഇല്ലാത്ത കാലത്തല്ലേ അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഒന്ന് കടന്നു വന്നത് നമ്മൾ മെലിഞ്ഞോട്ടകപ്പുറത്തല്ല വന്നത്, നല്ല വിമാനത്തിലാ വന്നത്. നടന്നല്ല നമ്മൾ വന്നത്, യാത്ര ചെയ്താ വന്നത്. അപ്പൊ ഈ സത്യത്തിൽ ഇത് രണ്ടും എന്താ വെച്ചാൽ, അതൊരു സിമ്പലാണ് യഥാർത്ഥത്തിൽ. ഈ മെലിഞ്ഞ ഒട്ടകം എന്ന് പറയുന്നത്, നടന്നു വരിക എന്നൊക്കെ പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടുമെന്നതാണ്. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ആ പ്രയാസം യാത്രാ സൗകര്യം കൂടിയിട്ട് നമ്മൾ അനുഭവിച്ചല്ലോ, അല്ലെ? ആലോചിച്ചു. യാത്രാ സൗകര്യം ഒക്കെ ഉണ്ട്, എന്നിട്ടും നമ്മള്, അതാണ് ആയത്തിന്റെ പ്രത്യേകത. അങ്ങനെ വന്നിട്ട് വേണം അടുത്ത ആയത്തോലി യശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അങ്ങനെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് മനാഫിഅകൾ ഇവിടെ കിട്ടാനുണ്ട്. നിങ്ങൾക്ക് കിട്ടണം. ഷഹീദ എന്ന് പറഞ്ഞാൽ കേവല സാക്ഷിയല്ല. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സാക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഒപ്പിടുന്നതേ നമുക്ക് ഓർമ്മയുള്ളൂ. അല്ല, കണ്ടവനാണെന്ത്, അനുഭവിച്ചവനാണെന്ത്. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞത്. മാത്രല്ല, എന്നിട്ട് ആ സാക്ഷിയായ ശേഷം വയദ്കുറു ഇസ്മല്ലാഹ്, അള്ളാഹുവിനെ നമ്മൾ ദിക്ർ ചെയ്യണം. അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതാണ് ഹജ്ജ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഹജ്ജ് പറഞ്ഞു തുടങ്ങണം. നമുക്ക് 2 ദിവസമുള്ളൂ, ഒന്നും നാളെ ഉള്ളൂ. മനസ്സിലായോ? ഇനി എന്തുണ്ടെങ്കിൽ സംശയം ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഫിഖ്ഹിലല്ല കാര്യം. മനസ്സിലായില്ലേ? ആ ഹജ്ജ് നമുക്ക്, നമ്മൾ ഇന്നലെ പറഞ്ഞ 5 ഉദ്ദേശങ്ങൾ ആ ഹജ്ജിലൂടെ നമുക്ക് എന്താകണം? പൂർത്തിയാക്കണം. ക്ലിയർ അല്ലേ? 5 ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണം. അതാണ് നമ്മൾ നോക്കൂ.
നമ്മൾ ഭൗതികമായ ഒരുപാട് നേട്ടമുണ്ടാക്കിയവരാണ്. ഭൗതികത എന്ന് പറഞ്ഞാൽ നേടലാണ്, അല്ലേ? ഗെയിൻസ് ആണ്, ഒക്കെ അങ്ങനെ നേടലാണ്. ആത്മീയത എന്ന് പറയുന്നത് ഒഴിവാക്കല. നിങ്ങൾ എന്ത് വേണമെങ്കിലും നോക്കൂ. സക്കാത്ത് എന്തായാലും പണം ഒഴിവാക്കല്ലേ, കിട്ടല്ലല്ലോ. നോമ്പ് എന്താണ്, ഒഴിവാക്കണം. എല്ലാ ഇബാദത്തും അങ്ങനെ. ഹജ്ജോ, ഹജ്ജിൽ നിങ്ങൾ എന്താ ഒഴിവാക്കി? ഒന്നും ഒഴിവാക്കിയില്ലല്ലേ? നല്ല താമസം, നല്ല ഭക്ഷണം, നല്ല സുഖം ഒന്നും ഒഴിവാക്കിയില്ല. എന്നാ ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഒരു സഹോദരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മോനെ എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. മോന് സംസാരിച്ചിട്ട് ഇങ്ങനെ വരുന്നില്ല. നിങ്ങൾ എന്തോന്ന് ഒഴിവാക്കിയില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങളെ നാടുകൾ ഒഴിവാക്കിയില്ലേ? നിങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഭയങ്കര സൗകര്യമുള്ള ആൾക്കാരല്ലേ ജീവിക്കാൻ. ഒക്കെ ഒഴിവാക്കിയില്ലേ? എനിക്കറിയാം, ഈ മുഖങ്ങളൊക്കെ എനിക്കറിയണം. ഒക്കെ ഒഴിവാക്കിയില്ലേ? അതാ ഹജ്ജ്. അള്ളാഹ് ഒരു കാര്യങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ ചെയ്യണം. എന്തിനു കഴിയും? ഞാൻ ഹറാമാണെന്ന് പറഞ്ഞത് നിഷിദ്ധമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങൾക്ക് ഹറാമല്ലാത്തത് നിങ്ങൾ ഒഴിവാക്കിയില്ലേ? ഇപ്പോ നിങ്ങൾ ഹറാമല്ലാത്തത് ഒഴിവാക്കിയില്ലേ? ഇനി നിങ്ങൾക്ക് കഴിയും. അതൊന്ന് പഠിപ്പിക്കണം നമ്മള്. അതാണ് ഹജ്ജ്. നമ്മൾ ശരിക്കും ഓർക്കണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ യാത്രയുടെ ഇബാദത്താണ്. ശരിക്കും മനസ്സിലായി കൂടി. യാത്രയുടെ ഇബാദത്ത്. നിസ്കാരം വെട്ടിച്ചുരുക്കല്ലേ? ആണോ അല്ലേ? സുന്നത്ത് നിസ്കാരം വെട്ടിച്ചുരുക്കില്ലേ? അല്ലേ? പിന്നെന്തതിന്റെ ഇബാദത്ത്? നിസ്കാരല്ലേ ഏറ്റവും വലിയ ഇബാദത്ത്? എന്ത് വെട്ടിച്ചുരുക്കേ? നിസ്കാരത്തിന്റെ ഇബാദത്തല്ല എന്ത്? ഹജ്ജ്. നിസ്കാരത്തിന്റെ ഇബാദത്തല്ല. ആരും അവിടെ പോയി കുറെ സുന്നത്ത് നിസ്കരിക്കാൻ പോണ്ട. നിസ്കാരത്തിന്റെ ഇബാദത്തല്ല ഹജ്ജ്. ഹജ്ജിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടത് നമ്മൾ എന്തായാലും പറഞ്ഞ 5 കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അതിൽ ഏറ്റവും ബേസ് ഇതാണ്. ഇപ്പൊ പറഞ്ഞു ഒഴിവാക്കുക. എന്തൊഴിവാക്കുക? ഫാഹിഷത്തുകളൊക്കെ ഒഴിവാക്കുക. ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞത് എന്തേ ഉള്ളൂ? ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. അത്ര ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഒഴിവാക്കുക. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ റെഡിയായാൽ നമ്മൾ ഹജ്ജ് ഓക്കെയാണ്. റെഡിയാണോ നമ്മള്? അല്ലേ? ഇനി നമുക്ക് അപ്പൊ നമ്മളെ ഹജ്ജായി. നമുക്ക് ഹജ്ജ് ചെയ്തു തുടങ്ങാം. നമ്മൾ കാണുന്ന ഒരു ചരിത്രമുണ്ട് ഹജ്ജിന്റെ പിന്നിൽ. അത് ഞാൻ പറഞ്ഞ യാത്രയുടെ ഇബാദത്താണ് ഹജ്ജ്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി ഒക്കെ അല്ലേ ഹജ്ജിൽ നമ്മളിങ്ങനെ വരുന്നത്? ഇബ്രാഹിം നബിയുടെ ജീവിതം മുഴുവൻ യാത്രയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബഗ്ദാദിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇബ്രാഹിം നബി ആ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഇജാസിലെത്തിയിട്ടുണ്ടാകും? യാത്രയായിരുന്നു. പ്രവാചകന്മാരുടെ ഒക്കെ ജീവിതം യാത്രയാണ്. ഭയങ്കര യാത്രയാണ്. യാത്ര ചെയ്യാത്ത ഒരു പ്രവാചകനുമില്ല. നൂഹ് അലൈഹി സ്വലാം കപ്പൽ ഉണ്ടാക്കി കപ്പൽ കയറിയാണ് യാത്ര ചെയ്തത്, അല്ലെ? ഓരോന്നും എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. നമ്മൾ പോകും മദീനത്തേക്ക്. നബി പോയ മാതിരി നമുക്ക് പോകണം. ഇൻഷാ അല്ലാഹ്. നബി പോയ മാതിരി പോകണം. മുഹാജിറുകൾ പോയി. യാത്രയാണ്. നമുക്കും വേണ്ടേ പോകാൻ? നമ്മൾ ഒരുപാട് യാത്ര നടത്തിയിട്ടുണ്ട്, അല്ലേ? ഒരുപാട് യാത്ര, ഒരുപാട് ലക്ഷങ്ങളും ചെലവാക്കിയ യാത്ര പോയിട്ടുണ്ട്. ആ പോയതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാ പോയത്, അല്ലേ? നിങ്ങൾ ടൂർ പോയതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയല്ലേ? എത്ര സ്ഥലത്തേക്ക് പോയി? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ളൊരു യാത്ര നടത്തിയിരുന്നു. ഇത് കേവല യാത്രയല്ല, ഇത് ഇബാദത്താണ്. ഈ യാത്ര ഇബാദത്താണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ച് പുറത്തിറങ്ങിയത് മുതൽ ഇത് ഇബാദത്താണ്. നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് മലക്കുകൾ. നിങ്ങൾ അറിയാതെ മലക്കുകൾ പറയുന്നുണ്ട്, ലബ്ബൈക വസഅദൈക്, ലബ്ബൈക വസഅദൈക്. അല്ലാഹു ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ യാത്ര ഇതെവിടെ അവസാനിക്കുന്നു വെച്ചാൽ, ഇബ്രാഹിം നബി ഒരു വാക്ക് പറയുന്നത്, ഭയങ്കര രസമുള്ള ഒരു വാക്ക് എഴുതി വെച്ചോളി. وأنا ذاهب إلى ربي سيهدين. أنا ذاهب إلى ربي
എങ്ങനെ പോണേ നമ്മള്? ഇല റബ്ബി. ഇതിന്റെ വാക്കല്ല, ഹജ്ജിന്റെ ആത്മാവ് ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞതാ. അന ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. അദ്ദേഹത്തിന്റെ നാട് ഇടുങ്ങി, ജീവിതം കുടുങ്ങി, വീട്ടുകാരൊഴിവാക്കി, എല്ലാരും ഒഴിവാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് അന ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഹജ്ജിനോളം റബ്ബിലേക്കുള്ള യാത്രയെ ധ്വനിപ്പിക്കുന്ന തയ്യാറാക്കുന്ന ഒരു വേറെ യാത്രയില്ല. അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 7 രാത്രി നമ്മൾ ആ യാത്ര ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് ആ യാത്ര ആരംഭിക്കും. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങിയില്ലേ? എല്ലാവരും ഒരുങ്ങിയില്ലേ? റെഡിയൊക്കെ ആക്കിയില്ലേ? വേഗമല്ലേ വെച്ച് നിങ്ങളാക്കിയാക്കാതിരിക്കുക എന്ത് ചെയ്തു? അതെന്റെ സബ്ജക്റ്റ് അല്ല, അത് നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റ്. എല്ലാവരും കുളിപ്പിക്കണം. ആരെ കുളിപ്പിക്കണ്ട്? 3 സാധനത്തെ കുളിപ്പിക്കണം. ഒന്ന് നമ്മുടെ ഹൃദയം, കൽബുൻ, നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ. 2 നമ്മുടെ മനസ്സിനെ കുളിപ്പിക്കണം. 3 ശരീരത്തെ കുളിപ്പിക്കണം. ആദ്യത്തെ 2 കുളിപ്പിക്കാതെ അവസാനത്തത് ആരും എന്ത് ചെയ്യരുത്? കുളിപ്പിക്കരുത്. ഒരു കാര്യമില്ല. നിങ്ങൾ മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോ ആ മഹ്ശറിനെ കുറിച്ച് റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ യാ സലാം. ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ഒരു കാര്യമില്ല. അതന്നെയാണ് ഹജ്ജിന്റെ യാത്രയും. നിങ്ങൾക്ക് ആര് വേണം? കൽബുൻ സലീം. എല്ലാരും നോക്കി കൽബിന്റെ ഉള്ളിലേക്ക്. ആരോടെങ്കിലും ഇനി വല്ലതും ബാക്കിയുണ്ടോ? ഉണ്ടോ? എന്തായാലും ഒന്നും ഉണ്ടാത്ത ആരോടെങ്കിലും ഇങ്ങോട്ട് ചെയ്തവരോട് കുറച്ച് നോക്കാം. ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ റെഡിയായി. ഈ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ നമ്മൾ ഹജ്ജ് അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ. ശരീരവും വൃത്തിയാക്കിയല്ലോ അല്ലേ? ഒക്കെ വൃത്തിയാക്കി, നമുക്കൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കി. ഇങ്ങനെ ഒരു കുളി നമ്മൾ കുളിക്കും. പക്ഷേ നമ്മൾ സ്വയം കുളിക്കൂല, നമ്മളെ നാട്ടുകാർ കുളിപ്പിക്കും, കുടുംബക്കാർ കുളിപ്പിക്കും. നമ്മളെല്ലാം അഴിച്ചെടുത്തു, വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചു. നമുക്കൊക്കെ പലതരം വസ്ത്രം ഉണ്ടായിരുന്നു അല്ലേ? പലതരം വസ്ത്രം ഉണ്ടായിരുന്നു. നമ്മുടെ പേഴ്സണാലിറ്റി വസ്ത്രത്തിലായിരുന്നു. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. ചിലർ കോട്ടും സൂട്ടും ഒക്കെ അല്ലെ? നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഒക്കെ അഴിച്ചു വെച്ചു, എല്ലാരും അഴിച്ചു വെച്ചു. എന്താണ് അന്ന് പഠിപ്പിച്ചതെന്നറിയോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രൊഫഷൻ അല്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല, അല്ല, ഒക്കെ തുല്യമാണ്. ഒരു വ്യത്യാസമില്ല. മനുഷ്യർ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതാണല്ലോ നമ്മൾ 5 പറഞ്ഞ ഒന്ന്. ഓർമ്മല്ലേ? ഓർമ്മണ്ടല്ലോ? അതാണ്. അല്ലാണ്ട് റെഡിയാക്കാം നമ്മൾ. എന്നിട്ട് നമ്മളൊരു വസ്ത്രം ധരിക്കാൻ പറഞ്ഞു പുരുഷന്മാരോട്. പ്രത്യേക വസ്ത്രം. 2 വെള്ള വസ്ത്രം. ഞാൻ ചോദിക്കട്ടെ, അത് ധരിക്കുമ്പോ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? നമ്മളെ കൈ വിറക്കും. എനിക്ക് ഉറപ്പാ നിങ്ങൾ ഇഞ്ഞ് ധരിക്കുമ്പോ വിറക്കും, കൈ വിറക്കും. കാരണം ഈ ഡ്രസ്സ് നമ്മൾ ധരിപ്പിക്കും ചിലര്. ഇപ്പൊ നമ്മൾ സ്വയം ധരിച്ചിട്ടുണ്ട്. നമ്മൾ സ്വയം കുളിച്ചു, സ്വയം അത്തർ പൂശി, സ്വയം ധരിച്ചു. നോക്കൂ, ഇതിനേക്കാൾ അധികം നമ്മുടെ അന്ത്യയാത്രയെ ഓർമ്മിപ്പിക്കുന്ന വല്ല ഇബാദത്തും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതൊരു എക്സസൈസാ. റെഡിയാക്കണം. നമ്മളെ റെഡിയായില്ലേ പോകാൻ? അല്ലേ? നമ്മൾ വിളിച്ചു ലബ്ബൈ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അല്ലാഹുമ്മ ലബ്ബൈക. നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നതാണ് ആ വിളിയെങ്കിൽ അല്ലാഹു മറുപടി പറയും. ലബ്ബൈക വസഅദൈക, ലബ്ബൈക വസഅദൈക. അല്ലാഹു ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ദുയൂഫ് ബൈത്തില്ലാഹിൽ ഹറാമാണ് നമ്മൾ.
അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വിരുന്ന് വന്ന വിരുന്നുകാരാണ് നാം, വിരുന്നുകാർ. എനിക്കറിയാം, എന്റെ മുമ്പില് ഒരുപാട് വട്ടം വിരുന്ന് വന്നവരുന്നു അല്ലേ? ഒരുപാട് വട്ടം വന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? അള്ളാഹു ഒരുപാട് വട്ടം ഒരുപാട് പ്രാവശ്യം ക്ഷണിക്കണമെങ്കിൽ അള്ളാന്റെ ഋതുങ്ങൾ ആരായിരിക്കും? നിങ്ങളിപ്പോ ഹജ്ജൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഒരു പക്ഷേ എന്നോട് പറയും, മൗലവി ഒന്ന് വീട്ടിൽ വരണേന്ന്, ഒറ്റ പ്രാവശ്യം വിളിക്കുള്ളൂ, പിന്നെ വിളിക്കൂല. നിങ്ങളും മനസ്സിലാക്കും, ഞാനും മനസ്സിലാക്കും, ഓക്കെ തീർന്നു മതി. അള്ളാഹ് അങ്ങനെയല്ല. അള്ളാഹ് സ്നേഹിച്ചാൽ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതാ നമുക്കൊക്കെ ഇനിയും ഇവിടെ വരാനും അള്ളാഹുവിന്റെ ഈ വിരുന്നിൽ പങ്കെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. ഇവിടെ വന്നപ്പോ നമ്മൾ എന്തൊക്കെ കണ്ടത്? ഭൂമി നമ്മൾ ശരിക്കും കണ്ടില്ല. ഇവിടെ വന്നപ്പോ കണ്ടോല്ലേ? ഭൂമിയിലെ വൈവിധ്യം കണ്ടില്ലേ? എല്ലാ കോണ്ടിനെന്റിലെയും മനുഷ്യന്മാരെ കണ്ടില്ലേ? എല്ലാ ഭാഷ സംസാരിക്കുന്നവരെയും കണ്ടില്ലേ? അള്ളാഹ് നമ്മളോട് പറയണം, നിങ്ങൾക്ക് ഭൂമിയുടെ വൈവിധ്യം കാണണോ? വാ, എങ്ങോട്ട്? ഈ മരുഭൂമിയിലേക്ക് വാ. ഭയങ്കരമായ സംഗതിയല്ലേ? ഭയങ്കര. അള്ളാഹ് നമ്മളോട് പറയാണ്, നിങ്ങളുടെ നാടും വീടും ഉപേക്ഷിക്കുന്നതിലുള്ള വേദന നിങ്ങൾക്കറിയണോ? വാ. നിങ്ങൾ വേറെ എങ്ങോട്ട് പോയാലും ഇത്ര ഉണ്ടാവില്ല. പക്ഷെ ആ വേദനയിൽ ഒരു മധുരമുണ്ട്. അതിനാണ് ഞാൻ ത്രില്ല് എന്ന് പറഞ്ഞു അല്ലേ? ഒരു മധുരല്ലേ? വേദന ഉണ്ടെങ്കിലും ആ മധുരമാണ് അള്ളാഹ് പറഞ്ഞത് മസാബത്തൻ എന്ന് പറഞ്ഞു. ഇത് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്. മസാബത്ത് എന്ന് പറഞ്ഞാൽ പോകാൻ തോന്നൂല. ചിലപ്പോ ഹജ്ജൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തോന്നും കുട്ടികളെ കാണണം, പോണം എന്ന് തോന്നും. പക്ഷേ ഫ്ലൈറ്റ് കയറിയാ തോന്നും പിന്നെ ഇങ്ങോട്ടിനെ വരണല്ലേ, ഇഞ്ഞും വരണല്ലേ. തോന്നുന്നുണ്ടോ? തോന്നുമോ? തോന്നും. ഒരാൾക്കും തോന്നൂല. അല്ലാതെ ഒരു വെറുപ്പ് ആർക്കും തോന്നൂല. വേഗം വരണം, നമുക്ക് അടുത്ത മാസം തന്നെ ഉംറയ്ക്ക് വരാൻ നോക്കണം കേട്ടോ. അതാണ് മസാബത്തൻ. ഭയങ്കര സംഭവം. അപ്പൊ നമ്മള് നിയ്യത്ത് ചെയ്തു. നിയ്യത്ത് അതാട്ടോ, ഈ പറഞ്ഞത് നിയ്യത്ത്, അല്ലാതെ എന്തല്ല, വാക്കുകളല്ല. അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് കാര്യം നിഷിദ്ധമാണ്. ഇനി ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. എന്തിനാ നിഷിദ്ധം? നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തിനാ ഈ ഡ്രസ്സ് ഊരി വെച്ച് നിങ്ങളുടെ പ്രൊഫഷണൽ ഡ്രസ്സ് നിങ്ങൾ അണിയുമ്പോ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിങ്ങളുടെ നാട്ടിലെ അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോ നിങ്ങൾ ആരാകാൻ പാടില്ല? കാഫറാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് വമൻ യക്ഫുർ എന്നാണ്. ഇനി നിങ്ങൾ കാഫറാകരുത്, നിങ്ങൾ തെളിയിച്ചു. അതിനാണ് ആ നിരോധനങ്ങൾ. വളരെ സിമ്പിളാ സംഗതി, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇതിൽ. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. കൊഴിഞ്ഞു പോകോ, ആയി പോകോ, സോപ്പ് തേക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അള്ളാഹ് അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിച്ചത് ഒരു ട്രെയിനിങ്ങാ. നിങ്ങൾക്ക് പറ്റും, നിങ്ങളൊന്നുകൂടി ചെയ്തു നോക്ക്, പറ്റും. മനസ്സിലായി? കുറച്ച് സമയമുള്ളൂ, കുറച്ച് മണിക്കൂറുള്ളൂ. 10 വരെ ഉള്ളൂ. മനസ്സിലായില്ലേ? വല്ലാഹി ഞാൻ ഇന്നലെ രാത്രി എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട്, വിവാഹം ഉറപ്പിച്ചിട്ട് 17 ദിവസം ഉണ്ടായിരുന്നു വിവാഹത്തിന്. മനസ്സിലായല്ലോ? എനിക്കേ അറിയുള്ളൂ ആ ദിവസം ഞാൻ എങ്ങനെ കഴിച്ചോക്കെ. ഇതൊക്കെ നിങ്ങളീ അനുഭവമാട്ടോ എൻ്റെ അല്ല. ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ അറഫയിലെത്താൻ ഭയങ്കര ആഗ്രഹമല്ലേ? ആകട്ടെ ആകാൻ അറഫാകണം. സത്യമായിട്ട് ഓരോ ജമാഅത്തിന് ശേഷം മയ്യത്ത് നിസ്കാരത്തിനുള്ള അനൗൺസ്മെന്റ് വരുമ്പോൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യല്? അറഫയിൽ എത്തുന്നതിന് മുമ്പ് എന്റെ മയ്യത്തെങ്ങാണ്ട് അവിടെ കൊണ്ടേ വെക്കോ? ഉണ്ടോ അല്ലേ? ഉണ്ടാവും. അറഫയിൽ എത്തുന്നതിന് മുമ്പ് എനിക്കൊന്ന് അറഫയിൽ കാലുകുത്തണം. നമ്മുടെ ആഗ്രഹം അതാണ്. അപ്പൊ നമ്മൾ ഇറങ്ങി, എപ്പോഴാണോ നമ്മുടെ ബസ് വരിക അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, പോവുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ തെക്കും തിരക്കൊന്നും കൂട്ടണ്ട. നമ്മൾ മിനയിലെത്തേണ്ടത് ദുൽഹജ്ജ് 8 ലഹറിന്റെ മുമ്പ. മിനയിലെത്തേണ്ടത് ദുൽഹജ്ജ് 8
ലഹറിന് മുമ്പ്. മനസ്സിലായില്ലേ? ഇപ്പം ആരും തിരക്ക് കൂട്ടണ്ട, ഒരു പ്രയാസം വേണ്ട. ഇതുവരെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിലത് ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? പണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ സക്കാത്തിൽ, ഹജ്ജിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് ഇനി അതൊക്കെയാണ്. വിശ്രമം ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല. നോക്കൂ, ഉറക്കവും വിശ്രമവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല ഉറക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബാത്ത് എന്നുള്ള പദം പറഞ്ഞ്, വജഅൽനാ നൗമക്കും സുബാത്ത്. നിങ്ങളൊരു പക്ഷെ മലയാളത്തിൽ അതിന് അർത്ഥം പറയാൻ കഴിയില്ല. വജഅൽനാ നൗമക്കും സുബാത്ത. ചില ആൾക്കാർക്കുണ്ട് ഒരു 10 മിനിറ്റ് മതി, അയാൾ ഫ്രഷ് ആയിട്ടാവും. അതിനാണ് എന്താ പറയാ, സുബാത്ത് എന്ന് പറഞ്ഞ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളെ മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. അതിലേക്ക് എത്തണം നമ്മൾ ഇനിയുള്ള ദിവസം. കുറെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, ഉറപ്പാണ്. ഇവിടെ ഉറങ്ങിയതുപോലെ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലേ, മുസ്ദലിഫയിൽ നിന്ന് കല്ലുത്തും അല്ലെ, മിനയിൽ നിന്ന് ചൂട് ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ചൂട് തോന്നൂല. പുറത്ത് ചൂടുണ്ടാവും, നമ്മുടെ ഉള്ളിൽ ഭയങ്കര കുളിരായിരിക്കും. അങ്ങനത്തെ ഒരു ചൂടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അനുഭവിക്കാൻ പോവുക. പുറത്ത് ഭയങ്കര ചൂടായിരിക്കും, ഉള്ളിലോ ഭയങ്കര കുളിര്. അതെല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ. ആളുകളൊക്കെ പറയും ഭയങ്കര ചൂടാണ്, ഫോണൊക്കെ നോക്കിയിട്ട് പറയും 47 ഭയങ്കരം. നമ്മൾ ഭയങ്കര കുളിരിക്കും. അല്ലാഹു ആക്കി തരുമാറാകട്ടെ. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഒരു സ്റ്റേജാണത്. കാരണം നമ്മൾ ചൊല്ലിയത് എന്താ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ. നമ്മൾ ചൊല്ലിയത് അതാ. നമ്മളെങ്ങനെ പോണ്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി. റബ്ബിന്റെ അടുത്തേക്കാ പോണ്. റബ്ബിന്റെ അടുത്തേക്ക് പോകുമ്പോ എന്ത് ചൂട് കൂട്ടരെ, എന്ത് ചൂട്. വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു നല്ല ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ടൂർ പോകാൻ നിൽക്കുക അല്ലെ, ഒരുപാട് യാത്ര ചെയ്യണം നിൽക്കുക, വല്ല പ്രശ്നമുണ്ടോ? ആ യാത്രകൾ എന്താക്കും, ഹരമാക്കും അല്ലേ? ആണോ അല്ലേ? പോകുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്ക് എന്ത് വേണം? എങ്ങോട്ടാ നിങ്ങൾ പോണേ? റബ്ബിന്റെ അടുത്തേക്ക്, റബ്ബിന്റെ സൽക്കാരത്തിലേക്ക് പോകും. റബ്ബിന്റെ പ്രത്യേകമായ സൽക്കാരത്തിലേക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ബില്യൺ കണക്കിന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ഭൂമിയിലുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങളെ തെരഞ്ഞെടുത്തത് അത് പ്രത്യേകമല്ലേ? ഭയങ്കര തെരഞ്ഞെടുത്തതാ. മൂസാ നബിനെ തെരഞ്ഞെടുത്തിട്ടൊരു വാക്ക് പറയുന്നുണ്ട് അള്ളാഹ്. മുമ്പ് കൊണ്ടുപോയിട്ട് മൂസാ നബി പടഞ്ഞു പോയത് അവിടെയാണ്. മൂസാ നബി ഞെട്ടിപ്പോയി അവിടെ. അല്ല നമ്മളോട് അത് പറയാണ്, ഞാൻ ഇതാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഫസ്തമിഅ ലിമാ യൂഹ. നിങ്ങൾ എന്നോട് ചോദിക്കരുത് നമുക്ക് വഹി കിട്ടുമോ. കിട്ടും, ഉറപ്പാ കിട്ടും. പക്ഷെ പ്രവാചകന്മാർക്ക് കിട്ടിയ പോലെയുള്ള വഹിയല്ല. നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇപ്പൊ ഓരോ വഹി വരുന്നുണ്ടോ? ഉണ്ടോ അല്ലേ? നിങ്ങളിതിന്റെ സംസാരത്തിന് മാർക്കിടാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്ക്. ഭയങ്കര. മൂസാ നബിന്റെ കഥ പറഞ്ഞെടുത്തുള്ളത് മുഴുവൻ നമ്മളെ പറ്റിയ. നമ്മൾ പോവുകയാണ്, തെൽബിയത്ത് ചൊല്ലി മിനയിലേക്ക് പോവാ. മിനയിലെത്തി. മിന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറയണ്ടല്ലോ എന്താന്നുള്ളത്. നമുക്ക് മിനയിൽ വെച്ച് അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ പറയാം. ഇവിടെ നമുക്കിത് പറയാൻ സമയമില്ല. പക്ഷെ 1-2 വാക്ക് പറയും, അപ്പോഴേ മിനയിൽ എത്തുള്ളൂ. നമുക്ക് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് മിനയിലേക്ക്. ആരും ബേജാറൊന്നും വേണ്ട. ഇൻ കേസ് ബസ് കിട്ടിയെങ്കിൽ ഈ റോഡിന് നേരെ നടന്നാൽ ഒരു ടണലുണ്ട് നമ്മുടെ ഈ റോഡില്. മുമ്പ് അറിയാൽ ആ ടണൽ കഴിഞ്ഞാൽ വേറൊരു ടണലുണ്ട്. ഇതൊക്കെ ഒരു 1.5 കിലോമീറ്ററുള്ള ടണലാണ്. ആ ടണൽ എന്ന് പറഞ്ഞാൽ ചൂടൊന്നും ഉണ്ടാവില്ല, നല്ല AC ഉള്ള മാതിരിയുള്ള ടണലാണ്. അത് കഴിഞ്ഞാൽ എവിടെ എത്തി? ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ വേണ്ടി വന്നാൽ അത്ര എല്ലാത്തിനും നമ്മൾ എന്താക്കാം. കാരണം നമ്മൾ എങ്ങോട്ടാ പോണ്? ഇലാ റബ്ബി. ഇലാ, അത് ഞാൻ മറന്നു വരുന്നത്. അനദാഹിബുൻ ഇലാ റബ്ബി. എന്തിനാ? സയഹ്ദീൻ. അവൻ എനിക്ക് ഹിദായത്ത് തരുന്നേ. അതല്ലേ നമുക്ക് കിട്ടണ്ടേ. മിനയിലെത്തി. ഒരു സൗകര്യമില്ലാത്ത സ്ഥലമായിരിക്കും മിന. മനസ്സിലായില്ലേ? 2 മലകളാണ്. ആ മലന്റെ അടിയിലുള്ള ഒരു താഴ്വര. എത്ര ആളുകൾ അവിടെ വന്നാലും അവിടെ ഒതുങ്ങും. ഒരു അസറുണ്ട്. നബിയിൽ നിന്ന് വന്ന ഒരു വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇന്ന മുന തത്തസിഉ ലിൽ ഹുജ്ജാജ് കമാ യത്തസിഉ ബത്നൽ ഉമ്മി ലിജനീനിഹ. നിങ്ങൾക്ക് മനസ്സിലാവും, ഇവർക്ക് അത്ര മനസ്സിലാവില്ല. പിന്നെ വിശാലമാവും. എങ്ങനെ വിശാലമാവുന്നല്ലോ, ഉമ്മൻ്റെ വയറ് എങ്ങനെയാണോ ആ വിശാലമാകണ അതുപോലെ നിങ്ങൾ കാണാൻ പോകുക, അനുഭവിക്കാൻ പോകും. കാരണം ഇതുവരെ നമുക്ക് 4 കട്ടിലിട്ടിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായി, മനസ്സിലായില്ലേ? ഇനി ഒന്നും ഉണ്ടാവില്ല. ശരിക്കും ഇതൊരു ട്രെയിനിങ് ആണല്ലേ. കുറെ 4 ആളുകൾക്കായിരുന്നു ഒരു ടോയ്ലറ്റ് ഇട്ടിരുന്നത്, ചിലപ്പോൾ 100 ആളുകൾക്കായിരിക്കും ഒരു ടോയ്ലറ്റ്. നോക്കുകയാണല്ല, എന്നിട്ട് ഇങ്ങനെ നോക്കും. പിന്നെ എന്താ പറയണത്, എന്താ എൻ്റെ ഉള്ളിൽ വഹി മാറരുത്. നമ്മളെ വഹി നല്ലതാണ്. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് നോക്കൂ. മുന എന്ന് പറഞ്ഞാൽ എന്നോട് പറയാം, ആ വാക്കിന് ഭയങ്കര അത്ഭുതം. ആഗ്രഹങ്ങളാണ് മുന എന്ന് പറഞ്ഞാൽ. പെൺകുട്ടിയൊക്കെ പേരിടല്ലേ, മുന മിന എന്നൊക്കെ അനൗൺസ് ചെയ്യും. ആഗ്രഹങ്ങൾ. ഒരു ഹാജിയുടെ മുഴുവൻ ആഗ്രഹങ്ങളും പൂവണിയുന്ന സ്ഥലമാണ് മിന. വല്ലാത്ത സ്ഥല. 1,24,000-ഓളം പ്രവാചകന്മാര് നമസ്കരിച്ച സ്ഥലമാണ് മുന. മസ്ജിദുൽ ഖൈഫ് ഉണ്ട്, റസൂലുള്ള നമസ്കരിച്ച, റസൂലുള്ള ഹജ്ജിന് വന്നിട്ട് തമ്പടിച്ച സ്ഥലം നമ്മൾ കാണും ഇൻഷാ അല്ലാഹ്. ഓക്കെ, 2 ബൈഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മദീനക്കാര് വന്ന് നട്ടപ്പാതിലേക്ക് ആരും കാണാതെ കരാറ് നടത്തിയ 2 കരാറുകൾ നടത്തിയ സ്ഥലമാണ് എന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാം പൊൻകുഞ്ഞിനെ കൊണ്ടുപോയി അറുക്കാൻ തീരുമാനിച്ച, അറുക്കാൻ കൊണ്ടുപോയ സ്ഥലമാണെന്ത്? അവിടെ നിങ്ങളുള്ളത് വെറുതെ തെരഞ്ഞെടുത്തല്ല ആ സ്ഥലം. ശരി, കിടന്നുറങ്ങാൻ ഒരു സുഖമില്ല ആ സ്ഥലത്ത്, അതുകൊണ്ടല്ല തെരഞ്ഞെടുത്തത്. ഒരുപാട് ഇങ്ങനെയുള്ള സംഗതികളുണ്ട് മിനയിൽ. നമുക്ക് കുറച്ച് അവിടെ നിന്ന് വരാം, മനസ്സിലായില്ല മീന? നമ്മൾ ആഗ്രഹമൊക്കെ അവിടെ നിന്ന് പൂർത്തിയാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ അന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള നമസ്കാരങ്ങളൊക്കെ നമ്മൾ ഖസ്റാക്കി നിസ്കരിക്കും. ഞാൻ നമസ്കാരങ്ങളുടെ ഇബാദത്തല്ല, യാത്രകളുടെ. നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ യാത്ര. ഇതാണ് യാത്ര കേട്ടോ. അവിടുന്ന് വന്നതല്ലേ, നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നതല്ല യാത്ര. ഇതാണ് യാത്ര, ഇനിയാണ് യാത്ര. നാട്ടിൽ നിന്ന് എന്ത് സുഖമായിട്ടാ വന്നത്. ഓക്കെ, ഏത് നിസ്കാരമായാലും ളുഹർ 2 റക്അത്ത്, അസർ 2 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ഇശാ 2 റക്അത്ത്, സുന്നത്തില്ല ഒരു സംഗതി. ക്ലിയർ അല്ലേ? ഹജ്ജിന്റെ ഇടയിൽ ആകെ 2 സുന്നത്തേ ഉള്ളൂ. ഒന്ന് ഫജറിന്റെ സുന്നത്ത്, 2 തഹജ്ജുദ്. ക്ലിയർ അല്ലേ? കാരണം എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതെന്തല്ല നിസ്കാരത്തിന്റെ, അത് നോമ്പിനുണ്ടായി നമുക്ക്. നിസ്കാരത്തിന്റെ വിവാദത്ത് നോമ്പിനെ വിളിച്ച്, ഇത് വേറൊരു വിവാദം. ഇത് നമ്മളെ പ്രിപ്പയർ ആക്കണം, സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക. മനസ്സിലായില്ലേ? ഓക്കെ, നമ്മളവിടെ കഴിഞ്ഞുകൂടി. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? തൽബിയത്ത് ചെല്ലാം, ദിക്റുകൾ ചെല്ലാം, തസ്ബീഹ് ചെല്ലാം, തഹ്ലീൽ ചെല്ലാം, ദുആ ചെയ്യാം. മനസ്സിലായില്ലേ? ഇതൊന്നും കേവലം നാവ് കൊണ്ടാകരുത്. അതെല്ലാവരും ശ്രദ്ധിക്കാം. നാവ് കൊണ്ടായാൽ ഹൃദയത്തിന് സമാധാനം കിട്ടൂല. ദിക്റിന്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞത് എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ കിട്ടോ? നാവ് കൊണ്ട് സമാധാനം എന്ന് 100 വട്ടം പറഞ്ഞ സമാധാനം കിട്ടോ? അങ്ങനെ അനുഭവിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, അനുഭവിക്കാതെ എന്തില്ല ഇനി നമുക്ക്? എന്തില്ല? ഇബാദത്തില്ല. ക്ലിയർ അല്ലേ? നമുക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇനിയും അനുഭവിക്കാത്ത ഇബാദത്ത്, ആസ്വദിക്കാത്ത ഇബാദത്ത്, ആസ്വദിക്കാത്ത ഈമാൻ, ഇതൊന്നും നമുക്കിനില്ല. മനസ്സിലായില്ലേ? വെറുപ്പോട് കൂടി ഒന്നുമില്ല നമുക്ക്, വെറുപ്പോട് കൂടി ഒന്നുമില്ല. ഓക്കെ, നമ്മള് ചിലപ്പോ 9 എല്ലാവരും ശ്രദ്ധിക്കണം, 8 രാത്രി ചിലപ്പോൾ നമ്മൾ അറഫയിലേക്ക് പോകും. ഈ റൂട്ട് നമുക്ക് നിശ്ചയിച്ചു തരുന്നത് ഈ ഗവൺമെന്റാണ്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോൾ പോകണം എന്നുള്ളത്. നമ്മൾ എത്തേണ്ടത് അറഫയുടെ ദിവസം, അഥവാ ദുൽഹജ്ജ് 9 ളുഹറിന് മുമ്പാണ്. ളുഹർ നിസ്കരിച്ചിട്ടാണ്. ളുഹർ നബി നിസ്കരിച്ചത് അറഫയിലല്ല, നെമിറയിലാണ്. അവിടെയാണ് അറഫയിലെ പള്ളിയുള്ളത്. അത് അറഫയുടെ പുറത്താണ്. ഇന്ന് അറഫയുടെ പള്ളി പോയാൽ അതിന്റെ മുമ്പിലെ ഭാഗം അറഫന്റെ പുറത്താണ്, ബാക്കിലെ ഭാഗം അറഫയിലാണ്. അതുകൊണ്ട് ഇൻ കേസ് ആരെങ്കിലും പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് വേണം?
പിന്നിലേക്ക് പോകണം, പിന്നിലേക്ക് പോകണം. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 25% ഔട്ട് ഓഫ് അറഫയാണ്. ബാക്കിയാണ് എന്ത്? അറഫ. മനസ്സിലായി? ദുൽഹജ്ജ് എത്ര? 9. മറന്നിട്ടില്ലല്ലോ ആരും. മനസ്സിലായി? നമ്മൾ സാധാരണ നമുക്കൊരു സ്വഭാവമുണ്ട്, എഴുന്നേറ്റാൽ കുളിക്കണം, ഫ്രഷ് ആകണം, അതാകണം, ഇതാകണം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആകാം, പക്ഷെ ഫ്രഷ് ആകേണ്ടത് ശരീരമല്ല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ കാണും, അവിടെ ചെന്ന് അനുഭവിച്ചോളും. ആരും ഇങ്ങനെ ബേജാറായി നിൽക്കണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്തായാലും വലിയ കിറ്റൊന്നും ആയിട്ട് ആരും പോകണ്ട. ലെസ് ലേറ്റ് ലഗേജ് കൊണ്ടുപോകല്ലേ. എന്തുകൊണ്ടാന്ന് ഞങ്ങളോട് പറയണ്ടല്ലോ. റൂമിൽ ലോക്കാട് ഒന്നോട്ടെ. മനസ്സിലായില്ലേ? അത്യാവശ്യമുള്ള ഒരു ബെഡ്ഷീറ്റ് വേണമെങ്കിൽ എടുത്തോ. അതും വേണ്ട എന്നാണ് ഞാൻ പറയാം. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്. അതൊക്കെ അവിടെ ഉണ്ട്. ബെഡ്ഷീറ്റ് ഉണ്ട്, തലയനുണ്ട്, ബെഡുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും വിഷയമാകരുത്. ബെഡ്ഷീറ്റും തലയനും ബെഡൊന്നും ആകരുത്. എന്ത്? മനസ്സിലായില്ലേ? അതൊന്നും കബറിൽ കിട്ടില്ലല്ലോ. കിട്ടോ? ആർക്കും വെച്ചു കൊടുക്കൂല. അതൊന്നും നമ്മൾ വിഷയമാകരുത്. നമ്മൾ അള്ളാഹിന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ അള്ളാഹിന്റെ അടുത്തേക്ക് പോകുന്നത് ഈ കഫംപുടവ ധരിച്ചിട്ട് പിന്നെ പോകൽ എങ്ങട്ടാ? കബറിലേക്കാ. അത്ര വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ആ ഖബറും ഈ ഖബറും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ആ ഖബറിൽ നമുക്ക് എന്തില്ല? വിവേചനാധികാരമില്ല. ഇപ്പൊ പോണ ഖബറിലോ വിവേചനാധികാരമുണ്ട്. നമുക്ക് അനങ്ങാം, തിരിയാം, ചെയ്യാം, പറയാം, ഒക്കെ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. എവിടെ എത്തിപ്പോ നമ്മള്? നിങ്ങളുടെ കൂടെ ഉണ്ടോ? എവിടെ എത്തി? മാഷാ അല്ലാഹ്, അറഫ. ഒരുപാട് ചരിത്രമുണ്ട്. പക്ഷെ നമ്മളെ ഉള്ളിലുണ്ടാകേണ്ടത് അതാണ്. ഞാൻ എന്നെ തിരിച്ചറിയുകയാണ്. ഇതുവരെ എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഇല്ല, എന്റെ പ്രശ്നമായിരുന്നു. ഞാനൊരു വലിയ ആളാണെങ്കിൽ എൻ്റെ കീഴിലുള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് എനിക്ക് പരിചയമുള്ളൂ. എന്റെ മനസ്സിലായാലും അതാണ്. മനസ്സിലായി? ഞാനൊരു സാധു മിസ്കീനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ മുമ്പിൽ കൈ നീട്ടി പോയേ എനിക്ക് ശീലമുള്ളൂ. ഇതാണ് ഞാൻ. പക്ഷെ ഇതല്ല ഞാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുമാര്. അറഫ. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ അറഫയും മുസ്ദലിഫയും കടന്നിങ്ങനെ വരാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഖബൂലായ മബ്റൂറായ മൈസൂറായ ഹജ്ജ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർച്ചയായിട്ടും അല്ലാഹ് നമ്മളെ ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നമുക്ക് കിട്ടേണ്ടത് ഇതാണ്. ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ ഇതിന് പോകുക എന്നുള്ളത്. അപ്പൊ നമുക്ക് തരും. അല്ലാഹ് നോക്കണത് നമ്മളെ കൽബിലേക്ക് മാത്രം. ബാക്കിയൊക്കെ നിങ്ങൾ വിട്ടാളേ. കൽബിലേക്ക് മാത്രം. ആ കൽബിൽ ഈ ആഗ്രഹം എത്ര ശക്തമാകണോ അത്രയും അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അത്രയും നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു നമ്മുടെ കണ്ണാകും, കാതാകും, കാലാകും, കയ്യാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഫീൽ ചെയ്യും. നമുക്ക് ശരിക്കും നമ്മളറിയാതെ നമുക്കതൊക്കെ ഇങ്ങനെ കിട്ടും. പക്ഷെ നമ്മൾ റെഡിയാണ്. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് റെഡിയാണ്. അല്ലാഹു എല്ലാ കർമ്മങ്ങളും നമുക്ക് എളുപ്പമാക്കി തരട്ടെ. സന്തോഷത്തോടെ, സമാധാനത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഹജ്ജിനിടയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി ലളിതമാക്കി തരുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുന്ന ഹാജിമാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കുക, ഒരു പ്രയാസവും ഒരു പരീക്ഷണവും എന്തല്ല, അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയല്ല. എഴുതി വെക്കരുത്, ശിക്ഷിക്കുകയല്ല. അങ്ങനെ ആരും പറയരുത്. മറിച്ച് അള്ളാഹു നമ്മളെ പ്യൂരിഫൈ ചെയ്യുകയാണ്. പ്യൂരിഫൈ ചെയ്യുക അള്ളാഹു ഉപയോഗിച്ച പദമാണ്. പ്യൂരിഫിക്കേഷനാണ്. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ കിട്ടിക്കോട്ടെ. എന്തിനാ? പ്യൂരിഫിക്കേഷനാണ്. അത്രേ ഉള്ളൂ. അത് രോഗമായാലും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും എന്തായാലും എങ്ങനെയായാലും ശരി, അത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഞാൻ ഒരു 400ഓളം വിധവകളെ കാണുന്ന ഒരാളാണ്. 2 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും. വിധവകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ചോ. അവരൊക്കെ കൂടെ ചുരുങ്ങിയത് 3 കുട്ടികൾ എല്ലാവരും ഉണ്ട്. മനസ്സിലായില്ലേ? ഞാനൊരു 8-9 വർഷം മുമ്പ് അവരെ കാണുമ്പോൾ അവരുടെ കണ്ണിലൊക്കെ വല്ലാത്ത പരിഭ്രാന്തിയും പ്രയാസവും പ്രശ്നമൊക്കെ. പക്ഷെ അള്ളാഹു ആരാന്ന് പറഞ്ഞു കൊടുത്തപ്പോ, അത് അനുഭവിച്ചപ്പോ
അവർക്ക് വലിയ മാറ്റം വന്നു. നമ്മളെ വിഷയവും അവിടെയാണ്. ഇതൊക്കെ നമുക്ക് എളുപ്പമാവും. അള്ളാഹു ആരാന്ന് നമുക്ക് മനസ്സിലായില്ല. അള്ളാഹു ചില്ലറക്കാരനല്ല. നമ്മളോട് ഇങ്ങനെ മുഅവ്വദത്തൈനി പറയാനും ആയത്തുൽ കുർസി ചെല്ലാനും രാത്രി കിടന്നുറങ്ങും വെച്ചാൽ ഒക്കെ പറഞ്ഞത് എന്തിനാറിയോ? അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങോട്ട് രൂഢമൂലമാകാൻ. അപ്പം അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹു വലിയാണ്. നമുക്കൊരു വലിയേ ഉള്ളൂ. അള്ളാഹു വലിയുല്ലദീന. അപ്പൊ ആരും ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ നല്ല സംരക്ഷണം നമുക്കുണ്ട്. അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് ഹജ്ജ് തരും. അള്ളാഹു നമുക്ക് അറഫ തരും. അള്ളാഹു അങ്ങനെ മഖബൂലുകളായി നമ്മളെ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ആ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.